തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 1 വാക്യം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക, നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2025 ആണ്ടിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം ചേർന്ന് വരികയാണ്. 2026 നാം പ്രവേശിക്കുമ്പോൾ പുത്തൻ പ്രതീക്ഷകളും പുതിയ ചിന്തകളും പുതിയ ആഗ്രഹങ്ങളുമായി നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വരികയാണ്. എന്നാൽ ഈ നിമിഷങ്ങളിൽ നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് നമുക്കൊരു മടങ്ങി വരവ് അനിവാര്യമാണ്. നാം എവിടെ നിന്നാണ് മടങ്ങി വരേണ്ടത്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മടങ്ങി വന്ന് ദൈവസ്നേഹം പിടിച്ചു പറ്റിയ ഒരു മകന്റെ ചരിത്രമുണ്ട്. അത് മറ്റാരുമല്ല, നാം വളരെ പേർ ചൊല്ലി വിളിക്കുന്ന മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ. എന്നാൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ധൂർത്തപുത്രൻ എന്നാണ്. അപ്പന്റെ സ്നേഹത്തിൽ നിന്നും, അപ്പന്റെ കരുതലിൽ നിന്നും, അപ്പന്റെ സൗഭാഗ്യങ്ങളിൽ നിന്നും അവൻ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് അഭിരമിക്കുവാൻ തക്കവണ്ണം സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പുറപ്പെടുമ്പോൾ അവന്റെ ജീവിതം ചെന്നെത്തുന്നത് നാശത്തിലാണ്, മരണഗർത്തത്തിലാണ്, പാപത്തിന്റെ അഴുക്കുചാലുകളിലാണ്, ആസക്തിയുടെ മോഹഭംഗങ്ങളിലാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സമയങ്ങൾ നാം അനാവശ്യമായി, നാം ലക്ഷ്യബോധമില്ലാതെ കടന്നുപോയിരിക്കുന്നു. നാം പിന്നിട്ട വഴികളിൽ പലപ്പോഴും പാപത്തിന്റെ പുഴുക്കുത്തുകൾ നമ്മെ വേട്ടയാടിയിട്ടില്ലേ? അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ നമ്മെ മാടി വിളിച്ചിട്ടില്ലേ? എന്നാൽ ഈ 2026 ആണ്ടിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവജനമേ, നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കണം, ദൈവഹിതപ്രകാരമാണോ നാം ജീവിക്കുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ച നിയോഗങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനും നമുക്ക് ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന് ഒരു മടങ്ങിപ്പോക്ക് അനിവാര്യമാണ്. ധൂർത്തപുത്രൻ അവൻ ക്ഷാമം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ അവൻ നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ്. അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ പുത്രൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് അവൻ കണ്ണുനീരോടെ അനുതാപത്തോടെ നിലവിളിക്കുമ്പോൾ കഴിഞ്ഞതെല്ലാം മറന്ന് അവനെ ചേർത്തണയ്ക്കുന്ന, അവനെ നെറുകയിൽ ചുംബിക്കുന്ന, അവനെല്ലാ സൗഭാഗ്യങ്ങളും അതെല്ലാം മടക്കി കൊടുക്കുന്ന ആർദ്രതയുള്ള സ്നേഹത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു പിതാവിനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന പ്രവാചകൻ, കരുണയുടെ പ്രവാചകനായ ഹോശയ്യ നമ്മെ മാടി വിളിക്കുമ്പോൾ നമുക്ക് യാതൊരു സങ്കോചവും കൂടാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. അപ്പന്റെ കരുണയിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. അപ്പന്റെ സ്നേഹവലയത്തിലേക്ക് നമുക്ക് ചേർന്നടുക്കാം. നാം എവിടെയാണ് വീണിരിക്കുന്നത്? നമ്മുടെ അകൃത്യം നിമിത്തം അത്രേ നമ്മൾ വീണിരിക്കുന്നത്. എന്താണ് അകൃത്യം? കൃത്യമല്ലാത്തതെല്ലാം അകൃത്യമാണ്. കൃത്യമല്ലാത്ത നമ്മുടെ സംസാരം, കൃത്യമല്ലാത്ത നമ്മുടെ നോട്ടങ്ങൾ, കൃത്യമല്ലാത്ത നമ്മുടെ വിചാരങ്ങൾ, കൃത്യമല്ലാത്ത നമ്മുടെ വികാരങ്ങൾ, കൃത്യമല്ലാത്ത നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ബന്ധങ്ങളിലെ പാളിച്ചകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സുതാര്യമില്ലായ്മ, ഇവിടെ നിന്നൊക്കെ മടങ്ങി വരുവാൻ, വിശുദ്ധിയിലേക്ക്, ദൈവിക സ്നേഹത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ. ഇവിടെ പറയുന്നത്
അതിന് രണ്ടാമത്തെ വാക്യം, നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയിലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് പറയണം, സകല അകൃത്യങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, കൃപയോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് യാചിക്കുവാൻ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മാടി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുതുവർഷത്തിൽ പുതിയ കൃപകൾ പ്രാപിക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, പുതിയതായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ അതിൻ്റെ ആന്തരിക ശുദ്ധിയിലേക്ക് കടക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.